ഫേസ്ബുക്കിലൊരു സ്പെഷ്യൽ ന്യൂസ് കണ്ടു. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ചെറുപ്പക്കാരൻ ഒരമ്മയെ ദത്തെടുത്തു. പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാനൊരു അമ്മയെ ദത്തെടുത്തു. ആരോരുമില്ലാത്തൊരു കുട്ടിയെ ദത്തെടുക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല അത്. വിമർശനങ്ങളും ഉപദേശങ്ങളും ഒരുപാട് കേൾക്കേണ്ടി വന്നു. ഒരാളിൽ നിന്ന് പോലും എനിക്ക് അനുകൂലമായ വാക്കുകളുണ്ടായില്ല. സ്വപ്നം കണ്ടതെല്ലാം നേടിയിട്ടും ഒരമ്മയുടെ വാത്സല്യവും സ്നേഹവും ഇന്നും ഒരു നഷ്ടബോധമായി വേട്ടയാടുന്ന അനാഥ പയ്യൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക? സ്കൂളിലെ മറ്റു കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം കളിച്ച് ചിരിച്ചു വരുന്നത് കണ്ടു നിറഞ്ഞിട്ടുണ്ട്. അനാഥാലയത്തിൻ്റെ വരാന്തയിൽ ഒറ്റയ്ക്കിരുന്ന് അതോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്നെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചതോർത്ത് ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതെ ചിന്തിച്ച് കിടന്നിട്ടുണ്ട്. നല്ലൊരു ജോലിയും വീടും ഒക്കെ സ്വപ്നം കണ്ടതിനൊപ്പം ഞാൻ ചേർത്ത് വെച്ചൊരു സ്വപ്നമായിരുന്നു എൻ്റെ അമ്മയെ കണ്ടെത്തണമെന്നത്. ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അത് സാധിച്ചില്ല. അങ്ങനെയാണ് ആരോരും ഇല്ലാത്തൊരമ്മയെ ദത്തെടുത്താലോ എന്ന ആലോചനയിലേക്ക് എത്തുന്നത്. ഇതിലെ തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല. എനിക്കൊരമ്മയെ വേണമായിരുന്നു, അത് മാത്രമേ എനിക്കറിയൂ. ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഈ പോസ്റ്റിന് താഴെ ഒരുപാട് കമൻസ് ഉണ്ട്. ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ്, ഇതുപോലൊരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ ഉണ്ട്. എന്ത് ഗോസ്പൽ വായിക്കണം, ഇതൊരു പുതിയ സംഭവമല്ല. മകൻ നഷ്ടപ്പെട്ടു പോയൊരമ്മയെ ഒരു ചെറുപ്പക്കാരൻ ദത്തെടുക്കുകയാണ്. അതാണ് ഇന്നത്തെ ഗോസ്പലിലെ കാഴ്ച. ഇതിലെ പ്രത്യേകത, ഈ അമ്മയ്ക്ക് പേരില്ല, ഈ ചെറുപ്പക്കാരന് പേരില്ല. കൊടുക്കുന്നത് ഈശോയുടെ അമ്മ, ഈശോ ഇഷ്ടപ്പെട്ട ശിഷ്യൻ. എന്തുകൊണ്ടാണ് പേര് കൊടുക്കാത്തെ? ഈ എപ്പിസോഡ് അവിടെ തീരേണ്ടതല്ല, ഇത് തുടരേണ്ട ഒന്നാണ്. ഒറ്റപ്പെട്ടു പോയ അമ്മമാരെ ദത്തെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവട്ടെ എന്നർത്ഥം.